ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിച്ചത് ഇന്നലെ കഴിഞ്ഞ വീഡിയോസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിയറി സെക്ഷനിൻ്റെ വീഡിയോ 25 കയറുമ്പോഴാണ്. ഓക്കെ. ആക്ച്വലി എനിക്ക് ലാസ്റ്റത്തെ 2 വീഡിയോസിൻ്റെ വ്യൂസ് പെട്ടെന്ന് കയറുന്നതായിട്ട് കണ്ടു. അതപ്പോൾ ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ തിയറി സെക്ഷൻ്റെ വീഡിയോ, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സാമ്പിൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. തിയറി സെക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് ഇതിനു മുമ്പ് ഓർത്തോ സെൻറ്ററിൻ്റെ ഒരു തിയറി ചെയ്തിട്ടുണ്ട്. ആ തിയറി സെക്ഷന് ഭയങ്കര വ്യൂ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന 25ആണ്. 25 എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2% ഏകദേശം ഉള്ളൂ. അതൊന്ന് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തിയറി സെക്ഷൻ്റെ വീഡിയോ 25 കയറുമ്പോൾ അടുത്ത തിയറി സെക്ഷൻ ഇടുമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി അത് ക്ലാസ്സൊക്കെ നമ്മൾ റെഡിയാണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ വേറെ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ SSCൻ്റെ ഈ പറയുന്ന ഒരു ഔട്ട്ലൈൻ, SSCയുടെ പാറ്റേൺ എല്ലാം അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിന് വ്യൂസ് കിട്ടുന്നില്ല. ഓക്കെ. നമ്മുടെ ഈ പറയുന്ന എന്താ പറയുന്ന സബ്സ്ക്രൈബറോ ലൈക്കൊന്നും നോക്കുന്നില്ല. അതൊക്കെ വിട്ടുകളയും. ഓക്കെ. ആക്ച്വലി നമ്മൾ വ്യൂസ് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളിത് കാണുന്നില്ലെങ്കിൽ നമുക്കും അത് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ തിയറി സെക്ഷൻ്റെ വീഡിയോ ആണ്. കാരണം ഈ ലാസ്റ്റ് ഇട്ട 2-3 ക്വസ്റ്റ്യൻ്റെ വീഡിയോ നല്ല രീതിയിൽ പെട്ടെന്ന് വ്യൂസ് കയറുന്നുണ്ട്. അതൊന്ന് പറയാൻ കൂടിയാണ് ഞാനിതിട്ടത്. അങ്ങനെയാണെങ്കിലും മിസ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സീജൽ ടാർട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ്. PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ 12 12 12 ആയിരിക്കും സൈഡെന്ന് അറിയായിരിക്കും. ഓക്കെ. എസും ടിയും മിഡ് പോയിന്റ് ആണ്. ഏതിൻ്റെ? PQവിൻ്റെയും PRൻ്റെയും മിഡ് പോയിന്റ് ആണ്. PQവിൻ്റെയും PRൻ്റെയും മിഡ് പോയിന്റ് ആണ്. PQവിൻ്റെയും PRൻ്റെയും മിഡ് പോയിന്റ് ആണ് എസും ടിയും. ചോദിച്ചത് ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് ആയിട്ട് ആക്ച്വലി മിക്കതിനകത്ത് ഫിഗർ ഇല്ലായിരുന്നു. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ. ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഷെയ്ഡഡ് റീജിയൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഈ ഒരു പോർഷൻ ആയിരുന്നു. ഇതിൻ്റെ ഏരിയ ആണ് ചോദിച്ചത്. ഓക്കെ. ഇതിൻ്റെ ഏരിയ ആയിരുന്നു അവർ ചോദിച്ചത് ആക്ച്വലി. ഓക്കെ. അപ്പോൾ ഇതിനു മുമ്പ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഏരിയ കണ്ടുപിടിച്ച് വെക്കുകയാണ്. റീസൺ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. റീസൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/4 πr², 12 × 12. ഓക്കെ. ദെൻ എസും ടിയും മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ക്യൂ ടിയും SRും മീഡിയൻ എന്ന് പറയാം. അപ്പോൾ തേർഡ് മീഡിയനും ഇതേ പോയിന്റിൽ കൂടിയായിരിക്കും പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ തിയറി സെക്ഷൻ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഈ പറയുന്ന സെൻട്രോയിഡ് അങ്ങനെ ചെയ്ത് വന്നിട്ടാണ് ഓർത്തോ സെൻറ്ററിൻ്റെ വീഡിയോ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ പറയുന്ന രീതിയിൽ വ്യൂസ് കയറിയാൽ മാത്രം അടുത്ത പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഞാനിത് വരച്ച് കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ് കൂടിയായിരിക്കും പാസ് ചെയ്യുന്ന ഈ പറയുന്ന മീഡിയൻ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സെൻട്രോയിഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സെൻട്രോയിഡ് ഈക്വൽ ആയിട്ടായിരിക്കും ഏരിയ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. അടുത്തൊരു കളർ വെച്ച് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു റീജിയൻ ഇല്ലേ, ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷനിൻ്റെയും ആ പച്ച കളറിലെ പോർഷൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ച് കളറിലെ ഈ ഒരു പോർഷൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ 3 ഈക്വൽ പാർട്ടായിട്ടായിരിക്കും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഈ പറയുന്ന 3 മീഡിയൻസും കൂടി. സോ ഇതിൽ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണല്ലോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറേ ഈ 4 × 3 12 ഇവിടെ കട്ട് ചെയ്യും. ബാക്കി പോയിട്ട് 12√3 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ടയർ 2 CGL 2018 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ.